ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ വലിയൊരു സമര പ്ലാറ്റ്ഫോം ഞങ്ങൾ ആലോചിക്കും. ശക്തമായി യുവജന വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം, രാജ്യത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അസോസിയേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനകം തന്നെ നിരവധി പ്രൊട്ടസ്റ്റുകൾ, പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയും അത് വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇതിൻ്റെ ആശങ്കയുടെ ഇരകളാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഉത്തരവാദിത്വമില്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഇത് സംസാരിക്കാൻ? ഇവരുടെ കൺസേൺസ് അല്ലാതെ വേറെ എന്താണ് അഭിസംബോധന ചെയ്യേണ്ടത്? അപ്പോൾ അവർ ഇതിന് മറുപടി പറയാൻ തയ്യാറാക്കണം. ഇവിടെ ഈ കേരളത്തിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്ത 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ ഒക്കെ ഈ വിവിധ പരീക്ഷ, ഒരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വിവിധ പ്രവേശന പരീക്ഷകളുടെ അനിശ്ചിതത്വം നീളുമ്പോൾ ഇവിടെ അവർ ആശങ്കാകുലരാകുന്നുണ്ട്. ഈ കാര്യങ്ങൾ ശരിയല്ല. മറ്റ് മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കുറ്റകരമായ അനാസ്ഥ അവലംബിക്കരുത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. രാജ്യവ്യാപകമായ ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും.